എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തിടെ കേരള PSC ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് 2026 കേരള PSC ഏറ്റവും പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളും അതുപോലെ അനുബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് അവസാനം വരെ നമ്മുടെ കൂട്ടുകാർ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. PSC സയൻസ് PYQ ക്ലാസ് 1 ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പഠിച്ചു നോക്കുക, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് SA നോഡാണ്. അപ്പൊ എന്താണ് സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ് എന്ന് പറയുന്നത്? എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഹൃദയതാളം നിയന്ത്രിക്കുന്ന പ്രകൃതിദത്തമായ ഭാഗമാണ് SA നോഡ്. അതുകൊണ്ടാണ് ഇതിനെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് കാരണം? എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഹൃദയതാളം അഥവാ ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കുന്ന പ്രകൃതിദത്തമായ ഭാഗമാണ് SA നോഡ്. അതുകൊണ്ടാണ് ഇതിനെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഈ സൈനോ ഏട്രിയൽ നോഡിന്റെ സ്ഥാനം എവിടെയാണ് പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. ഹൃദയത്തിന്റെ മുകളിലത്തെ വലതു അറയായ റൈറ്റ് ഏട്രിയത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ പഠിച്ചു നോക്കണം. സൈനോ ഏട്രിയൽ നോഡിന്റെ അഥവാ SA നോഡിന്റെ സ്ഥാനം എവിടെയാണ്? ഹൃദയത്തിന്റെ മുകളിലെ വലതു അറയായ റൈറ്റ് ഏട്രിയത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇനി നമ്മുടെ സൈനോ ഏട്രിയൽ നോഡിന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഹൃദയമിടിപ്പിന് ആവശ്യമായ വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ സൈനോ ഏട്രിയൽ നോഡിന്റെ ധർമ്മം എന്താണ്? ഹൃദയമിടിപ്പിന് ആവശ്യമായ വൈദ്യുത സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ടതാണ് കൃത്രിമ പേസ് മേക്കർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൃത്രിമ പേസ് മേക്കർ എന്താണ്? SA നോഡ് അഥവാ സൈനോ ഏട്രിയൽ നോഡ് ശരിയായി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ ശരീരത്തിൽ കൃത്രിമ പേസ് മേക്കറുകൾ ഘടിപ്പിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും കൃത്രിമ പേസ് മേക്കറുകളൊക്കെ വെച്ച് ഘടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഘടിപ്പിക്കാൻ കാരണം? എന്താണ്? നമ്മുടെ SA നോഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് കൃത്രിമ പേസ് മേക്കർ വെക്കുന്നത്. ക്ലിയർ ആണേ? അപ്പം സൈനോ ഏട്രിയൽ നോഡിനെ കുറിച്ച് നമ്മൾ ബേസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ D ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വിറ്റാമിൻ D കേട്ടോ. പഠിച്ചു വെക്കണം. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ D ആണ്. അപ്പൊ എന്താണ് വിറ്റാമിൻ D എന്നുള്ളത് കുറച്ച് നമുക്ക് നോക്കാം. വിറ്റാമിൻ D ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ടോടെ നമുക്ക് പഠിച്ചങ്ങ് പോവാം. അപ്പൊ എന്താണ് വിറ്റാമിൻ D? നമ്മുടെ തൊലിപ്പുറത്ത് സൂര്യപ്രകാശം അഥവാ അൾട്രാവയലറ്റ് B കിരണങ്ങൾ ഏൽക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമായതിനാൽ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ വിറ്റാമിൻ D എന്താണ്? നമ്മുടെ തൊലിപ്പുറത്ത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമായതിനാലാണ് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വിറ്റാമിൻ D യുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസ്ഥികളുടെ ആരോഗ്യം. ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും വിറ്റാമിൻ D അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് വിറ്റാമിൻ D യുടെ ആവശ്യകത? എന്താണ്? അസ്ഥികളുടെ ആരോഗ്യം വിറ്റാമിൻ D യുടെ ഒരു ഗുണമാണ്. കാര്യം എന്താണ്? ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിനും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും വിറ്റാമിൻ D അത്യാവശ്യമാണ്. അപ്പൊ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്താണ്? വിറ്റാമിൻ D അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി പരീക്ഷയ്ക്ക് ചോദിക്കാം. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വിറ്റാമിൻ D സഹായിക്കുന്നു കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വിറ്റാമിൻ D സഹായിക്കുന്നു. അതുപോലെ തന്നെ വിറ്റാമിൻ D യുടെ അപര്യാപ്തത രോഗം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. വിറ്റാമിൻ D യുടെ കുറവ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന അസുഖത്തിനും മുതിർന്നവരിൽ എല്ലുകൾ ബലഹീനമാകുന്നതിനും
ഓസ്റ്റിയോമലാസിയയ്ക്കും കാരണമാകുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. നമ്മൾ സ്ഥിരമായിട്ട് കേരള PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന്. അപ്പോൾ പഠിച്ചു നോക്കണം. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന അസുഖത്തിനും മുതിർന്നവരിൽ എല്ലുകൾ ബലഹീനമാകുന്നു അഥവാ ഓസ്റ്റിയോമലാസിയ എന്ന രോഗത്തിനും കാരണമാകുന്നു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, ഡോട്ട്സ് അഥവാ ഡോട്ട്സിന്റെ ഫുൾ ഫോം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അഥവാ ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ടയാണ് ഡോട്ട്സ് ടെസ്റ്റ് കേട്ടോ. ഡോട്ട്സ് ടെസ്റ്റ് അപ്പോൾ പഠിച്ചു നോക്കണം. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്? ഓപ്ഷൻ ബി. ആൻസർ ഏതാണ്? വിഘടനം കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഒന്നുകൂടെ പറയാം. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിഘടനം അഥവാ ഡീകമ്പോസിഷൻ. അപ്പൊ എന്താണ് ഓരോന്നും നമുക്ക് നോക്കാം. വിഘടനം അഥവാ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ ചത്ത അവശിഷ്ടങ്ങളെയും മറ്റ് ജൈവ മാലിന്യങ്ങളെയും ലളിതമായ പോഷകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണിത് കേട്ടോ. ഇത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിഘടനം അഥവാ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ ചത്ത അവശിഷ്ടങ്ങളെയും മറ്റ് ജൈവ മാലിന്യങ്ങളെയും ലളിതമായ പോഷകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിഘടനം എന്ന് പറയുന്നത്. ഈ വിഘടനം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് വിഘടനം. ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? സസ്യങ്ങൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓക്സീകരണം, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥം ഓക്സിജനുമായി ചേരുന്ന രാസപ്രവർത്തനമാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സീകരണം എന്താണ്? ഒരു പദാർത്ഥം ഓക്സിജനുമായി ചേരുന്ന രാസപ്രവർത്തനമാണ് ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാഷ്പീകരണം, ഇവാപറേഷൻ എന്ന് പറയുന്നത് ദ്രാവകം ചൂടായി നീരാവിയായി മാറുന്ന പ്രക്രിയയാണ്. ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിന് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി ആപ്ലിക്കേഷനാണ്. ശൈലി ആപ്പാണ്. പഠിച്ചു വെക്കണം. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുക. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. HIV വൈറസ് ആണ് കേട്ടോ. HIV വൈറസ് ആണ്. ഒന്നുകൂടെ പറയാം. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV ആണ് കേട്ടോ. HIV ആണ്. എയ്ഡ്സ് വരാൻ കാരണമായിട്ടുള്ള വൈറസാണ് HIV വൈറസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. രണ്ടും എതിർദിശയിലാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും എതിർദിശയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉത്സർജിക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് വരുന്നത്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. G10 m/s² ആണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി 100 ന്യൂട്ടൺ ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ആൻസർ ഓപ്ഷൻ ഡി. നോബൽ സമ്മാനമാണ് ഭൗതിക ശാസ്ത്രത്തിൽ. അപ്പൊ അത് പഠിച്ചു വെക്കണം. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറൈറ്റ്, അതുപോലെ തന്നെ ജോൺ മാർട്ടിനസ് കേട്ടോ. അപ്പൊ 2025 ഭൗതിക ശാസ്ത്രം ഫിസിക്സിനുള്ള നോബൽ സമ്മാനം നേടിയത് 3 പേരാണ്. ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറൈറ്റ്, ജോൺ മാർട്ടിനസ്. എന്തിന്റെ കണ്ടുപിടുത്തത്തിലാണ്? സൂപ്പർ കണ്ടക്ടിംഗ് കിറ്റുകളുടെ ആധാരമാക്കി ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ
വികാസത്തിന് നൽകിയ സംഭാവനകൾക്കായിരുന്നു ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ട്രീഷ്യം ആണ് കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ട്രീഷ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടെ പറയാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? ആൻസർ ഓപ്ഷൻ ബി NH4Cl ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോൺ ആണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് റൈനോ വൈറസ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ് ആണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഡിഗ്രി പ്രിലിംസ് അടക്കം തുടങ്ങിയ എല്ലാ പരീക്ഷകളും വരുന്നുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, 10th ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ആണ് വരുന്നത് കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ലൈവ് ക്ലാസും. ലൈവിന് കയറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതുമാണ്. അതുപോലെ തന്നെ എടുക്കുന്ന ക്ലാസിന്റെ എല്ലാം PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചിന്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് 20ഉം 10ഉം മാർക്കും ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ആ കറണ്ട് അഫയേഴ്സ് പാർട്ട് ഞാൻ പക്കയാക്കി തരാം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഡെയിലി ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 10th ലെവലിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10th ലെവലിന്റെ എക്സാംസ് ആയ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC തുടങ്ങിയ 10th ലെവൽ എക്സാംസിന്റെ മെയിൻ എക്സാംസ്, VFA ഒക്കെ ഡയറക്റ്റ് എക്സാം ആണ്. അതുപോലെ തന്നെ പ്രിലിംസും വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി 10th ലെവലിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. മാർച്ച് 10 മുതലാണ് 10th ലെവലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബാച്ചിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു 10th ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 400 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ 10th ബാച്ചിന്റെ. ഇതിന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ടെലഗ്രാമിലായിരിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സസുകളും ബാച്ചസുകളും ടെലഗ്രാമിലായിരിക്കും വരുന്നത് കേട്ടോ. 10th ലെവൽ ബാച്ച് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മാർച്ച് 10 മുതലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലേറിയ പരത്തുന്ന കൊതുക്, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുകാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഫീമെയിൽ അനോഫിലസ് കൊതുക് എന്താണ്? മലേറിയ രോഗം പരത്തുന്ന കൊതുകാണ്. ഫീമെയിൽ അനോഫിലസ് കൊതുക് മലേറിയ രോഗം പരത്തുന്ന കൊതുകാണ്. അടുത്ത കൊതുക് ഈജിപ്തി കൊതുക്, എയ്ഡ്സ്. ഈജിപ്തി കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളാണ് പരത്തുന്നത് കേട്ടോ. ഡെങ്കിപ്പനിയ, ഈഡിസ് കൊതുക്, ഈജിപ്തി അല്ല, ഈഡിസ് കൊതുകാണ്. ഇതാണ് ഈഡിസ് കൊതുകാണ്. അപ്പൊ ഈഡിസ് കൊതുകാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പടർത്തുന്ന കൊതുക്. ഏതാണ്? ഈഡിസ് കൊതുകാണ് കേട്ടോ. അടുത്തത് ക്യൂലെക്സ് കൊതുക്. ഇവ പ്രധാനമായും മന്ത് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പൊ മന്ത് പരത്തുന്ന കൊതുക് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയണം ക്യൂലെക്സ് കൊതുകാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം.
യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധി വീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗൗട്ട് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധി വീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഗൗട്ടിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗൗട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ അവ സന്ധികളിൽ സൂചി പോലുള്ള ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടുന്നു. ഇത് കഠിനമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു. ഇതിനെയാണ് ഗൗട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. റിലേറ്റ് ചെയ്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി ഗൗട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. രക്തത്തിൽ എന്താണ് ഗൗട്ട്? രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുമ്പോൾ അവ സന്ധികളിൽ സൂചി പോലുള്ള ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടുന്നു. ഇത് കഠിനമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുന്നു. ഇതിനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഗൗട്ട് എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കത്തെ പൊതുവായി പറയുന്ന പേരാണ് ആർത്രൈറ്റിസ് കേട്ടോ. അപ്പൊ ആർത്രൈറ്റിസ് എന്താണ്? സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കത്തെ പൊതുവായി പറയുന്ന പേരാണ് ആർത്രൈറ്റിസ് കേട്ടോ. അതുപോലെ തന്നെ ടെറ്റനി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത്. അപ്പൊ ടെറ്റനി എന്താണ്? ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാം എന്നാണ്. അപ്പൊ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷവും പാർസക്കുമാണ്. റേഡിയനും ന്യൂട്ടൺ മീറ്ററും ഒന്നും നീളത്തിന്റെ യൂണിറ്റുകളല്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 ഉം 3 ആണ്. പഠിച്ചു വെക്കണം. നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷവും പാർസക്കുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്ന് 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പഠിച്ചു വെക്കുക. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാലാണ് കേട്ടോ. അപ്പൊ 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗഘടകവും അതുപോലെ തന്നെ തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാലാണ് എന്താണ് സിക്സിലോട്ട് പോകുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. താഴെ പറയുന്നവയിൽ ഏത് ഭൗതിക പ്രതിഭാസത്തെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കേശികത്വമാണ് കേട്ടോ. കാപ്പിലറിയാണ് കേട്ടോ. പഠിച്ചു നോക്കണം. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന കേട്ടോ. തിരിനനയിൽ താഴെ പറയുന്നതിൽ ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഏതാണ്? കേശിക തത്വമാണ് കേട്ടോ. കേശികത്വമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളോമീറ്റർ ഉപഗ്രഹമായിട്ടുള്ള എക്സ്റേ പോളോമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന്റെ പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സ്പോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ്. ബാക്കിയെല്ലാം എക്സ്പോസാറ്റ് പഠനവിധേയമാക്കിയതാണ്. തമോഗർത്തങ്ങളും അവയുടെ ബൈനറുകളും അതുപോലെ തന്നെ ന്യൂട്രോൺ നക്ഷത്രങ്ങളും പൾസറുകളും ആക്റ്റീവ് ഗാലക്സി ന്യൂക്ലിയസുകളും ഒക്കെ പഠനവിധേയമാക്കിയതാണ്. പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കളാണ് എക്സ്പോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില ഉള്ളപ്പോഴാണ്. അടുത്ത ചോദ്യം, ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1.0 × 10⁻³ m ആണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങളായിട്ടുള്ളത് Na+, Fe- അതുപോലെ തന്നെ O2- Mg2+ ആണ്. ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നാമത്തെയാണ്, ചുവന്ന രക്താണുക്കളിൽ AB എന്ന ആന്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഏതാണ്? താലോലം പദ്ധതിയാണ് കേട്ടോ. താലോലം പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാറാരോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേർത്ത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ഇൻസുലിൻ ഏതുമായിട്ട് കണക്ട് ആവും? ഇൻസുലിൻ ആഗ്നേയ ഗ്രന്ഥി അല്ലേ? ഇൻസുലിൻ ആഗ്നേയ ഗ്രന്ഥിയുമായിട്ട് കണക്ട് ആവും, അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയുമായിട്ട് കണക്ട് ആവും. അതുപോലെ തന്നെ റിലാക്സിൻ അണ്ടാശയമാണ്. പുറത്തുവിടുന്ന അവയവം അണ്ടാശയമാണ്. അതുപോലെ തന്നെ ഓക്സിറ്റോക്സിൻ വരുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. പ്രിയൂഷ ഗ്രന്ഥിയാണ്. മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഒന്നുകൂടെ പറയാം, ഇൻസുലിൻ ആഗ്നേയ ഗ്രന്ഥി, റിലാക്സിൻ അണ്ടാശയം, ഓക്സിറ്റോക്സിൻ പ്രിയൂഷ ഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി കേട്ടോ. പീനിയൽ ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആയാൽ ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കോൺവെക്സ് ദർപ്പണമാണ് ഇവിടെ വരുന്നത്. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം അഥവാ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ് കേട്ടോ. 0.6 മീറ്റർ ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ ദർപ്പണത്തിന്റെ വക്രത ആരം, കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R=2F ആണ് കേട്ടോ. R=2F ആണ്. R=2F എന്ന് പറയുമ്പോൾ 2 × 0.6 അല്ലേ? 2 × 0.6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.2 അല്ലേ വരുന്നത്? 1.2 മീറ്റർ അല്ലേ വരുന്നത്? അപ്പോൾ ആൻസർ എത്രയാണ്? 1.2 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം നമുക്ക് തന്നിട്ടുണ്ട് 0.6 മീറ്റർ ആണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം തന്നിട്ടുള്ളത്. വക്രത ആരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R=2F ആണ് കേട്ടോ. R=2F ആണ്. R=2F എന്ന് പറയുമ്പോൾ എന്താണ്? 2 × ഫോക്കസ് ദൂരമാണ്. ഫോക്കസ് ദൂരം എത്രയാണ്? 0.6 ആണ്. 2 × 0.6, അതിൽ 2 × 0.6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.2 മീറ്റർ ആണ്. അപ്പോൾ വക്രത ആരം R= എത്രയാണ്? 1.2 മീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്ര ആയിരിക്കും എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡെന്നീസ് ടിറ്റോ ആണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ഡെന്നീസ് ടിറ്റോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി കലാമൈൻ ആണ് കേട്ടോ. കലാമൈൻ ആണ് സിങ്കിന്റെ അയിരായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ്? സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്, ശരിയാണ്. അതുപോലെ തന്നെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്, ശരിയാണ്. ലോഹങ്ങളാകുമ്പോൾ എന്താണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ, അപ്പോൾ അത് ശരിയാണ്. സ്ഥിരമായി ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു, അത് ശരിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ഓപ്ഷൻ സി 3 കേട്ടോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് വരുന്നത്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇനിയും തുടർന്ന് ഈ ഒരു സയൻസ് പാർട്ടിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇനി ഇതുപോലെ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ 10th ലെവൽ ബാച്ച് നമ്മൾ മാർച്ച് 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇനിയും ഇതുപോലെ സയൻസ് പാർട്ടിലെ PYQ ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ നമ്മൾ 2026 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. 2025 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ട് ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഓൾ.